സോഷ്യൽ മീഡിയയിലൂടെ വ്യത്യസ്ത തരം ചലഞ്ചുകൾ ചെയ്തിട്ട് ആരാധകരെ ത്രസിപ്പിക്കുന്ന കുറച്ച് ആൾക്കാരാണ് നമ്മുടെ കൂടെ ഉള്ളത്. ലെറ്റ്സ് വെൽക്കം സൈക്കോ അലയൻസ് KD അലിയൻ. ഓക്കെ, ചേട്ടൻ മാത്രമല്ലേ വന്നിട്ടുള്ളൂ, വേറെ ചേട്ടനും കൂടി ഇല്ല? അവനോട് ഇല്ല, അവൻ ഹൈദരാബാദിൽ പഠിക്കുമോ നേഴ്സിംഗ്, അതുകൊണ്ട് അവന് വരാൻ പറ്റിയില്ല. ഓക്കെ, ഇനി നിങ്ങളെ എല്ലാരും നമുക്ക് പരിചയപ്പെടാം ഓരോരുത്തരായിട്ട്. ഞാൻ സുബിൻ. മറ്റേ ചെല്ലപ്പേര് പറയാം. ഇപ്പി. എന്താ അങ്ങനെ ഇപ്പിന്ന് പേരിടാൻ? നല്ല രസമുണ്ട് കേൾക്കാൻ. അത് ഒരു ഇട്ടാണോ? ഒരു ദിവസം ശ്രീത്തണ്ണ ഇങ്ങനെ ഇട്ട പേര്. പിന്നെ എല്ലാരും അങ്ങനെ വിളിക്കുന്നത്. എൻ്റെ പേര് രാഹുൽ എന്നാണ്. വീട്ടിൽ കണ്ണാന്ന് വിളിക്കും, പിന്നെ എല്ലാവരും കണ്ണപ്പാന്ന് വിളിക്കും, ഇപ്പം എല്ലാവരും KD എന്ന് വിളിക്കും. അങ്ങനെ ഞാൻ പല പേരിൽ അറിയപ്പെടുന്ന ഒരാളാണ്, വലിയ ആളാണ്. എൻ്റെ പേര് നന്ദു, ചിലപ്പോഴൊന്നുമില്ല. പേര് ശ്രീജിത്ത് എന്നാണ്. പിന്നെ ജോലിയെല്ലാം പറയണം. പേര് ചിലപ്പോഴൊന്നുമില്ല. ശ്രീജിത്ത് അലയൻ എന്നൊക്കെ വിളിക്കും. പുള്ളി ബിനീഷ്. എൻ്റെ പേര് ബിനീഷ് എന്നാണ്. ഇവർ ഓരോ ദിവസം ഓരോ പേരിടും. ഇന്നിപ്പോ എന്താ രവി അങ്ങനെ ഉണ്ട്, അതിനൊക്കെ ഓരോ കാര്യങ്ങളുണ്ട്. ഇവർക്ക് ആരെങ്കിലും കളിയാക്കണമെന്ന് തോന്നി പറഞ്ഞാൽ എനിക്കൊരു പേരിട്ട് അങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യും. അങ്ങനൊക്കെ വേണം പറയാല്ലേ. എൻ്റെ പേര് അനുരാജ്. ശരത്തൊന്ന് വിളിക്കും. ഇന്നലെ ഇട്ട പേരാ. പ്രവീൺ. എന്തൊക്കെ വിശേഷങ്ങള് പറ. വിശേഷം പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല, ഇങ്ങനൊക്കെ പോന്നു. അത് ചൂടേ കറുപ്പെല്ലോട് ഇട്ടേ. ഇവനും ഞാനും വിശേഷം സുഖമായിട്ടാ. പിന്നെ കല്യാണം കഴിഞ്ഞു. ഇപ്പൊ അടുത്ത ഇടയ്ക്ക് എന്റെ കല്യാണമായി, വളരെ സന്തോഷം. അതുപോലെ തന്നെ നമുക്കൊരു എന്റെ ഒരു കല്യാണം കഴിഞ്ഞു. അതുപോലെ തന്നെ നമുക്കൊരു അവാർഡും കിട്ടി അല്ലേ. അതൊക്കെയാണ് ഇപ്പോഴത്തെ വിശേഷം എന്നൊക്കെ പറഞ്ഞാൽ വലിയ സന്തോഷം, അവാർഡ് കിട്ടിയതിലും അല്ലേ. അപ്പം പുള്ളിക്ക് കൊടുക്കുവാണ്. ബാക്കി വിശേഷം ഇങ്ങനെയൊക്കെ പോകുന്നു. നമുക്ക് അമൃത TV-യുടെ അവാർഡ് കിട്ടി. കല്യാണമൊന്നും ആയിട്ടില്ല, നോക്കുന്നുണ്ട്. പറയട്ടെ, നമുക്ക് താല്പര്യമുള്ളവര്. പക്ഷെ ഇങ്ങനെ സുഖമായിട്ട് പോകുന്നു. ഇതില് ചേട്ടന്റെ കല്യാണം കഴിഞ്ഞ് ബാക്കി ആരും കഴിഞ്ഞില്ല. ബാക്കി എല്ലാവരും സിംഗിൾസ് ആണ്. ചേട്ടന്റെ വിശേഷം പറ. ചേട്ടനല്ലേ കൊച്ചൊക്കെ ആയി, ചേട്ടൻ പറ. കുഞ്ഞായി അല്ല, കുഞ്ഞ് എന്തോ പേര് റിഷാൻ പോലെ റിഷാൻ ശ്രീജിത്ത്. കുഞ്ഞായി ഇപ്പൊ 4 മാസമായി. 4 മാസം കഴിഞ്ഞു. പുള്ളിക്കാരനും കൂടുതൽ വിശേഷം. എനിക്കൊരു വിശേഷവും ഇല്ലാത്ത ആളാണ്. പിന്നെ ഞങ്ങൾ ഇനിയിപ്പം അടുത്ത ട്രിപ്പ് ഞങ്ങൾ പോകുന്നുണ്ട്. അതിന്റെ കുറിച്ചുള്ള ചിന്തയും പ്ലാനിങ്. എല്ലാ വർഷവും ഒരു ബൈക്ക് ട്രിപ്പ് ഉണ്ട്. ഇപ്പൊ ഇനിയും വരുന്ന കൊടൈക്കനാൽ, അതാണൊരു വിശേഷം. ഇപ്പൊ പിന്നെ ഈ ശരത്തോട്ടന് വിശേഷം ഇല്ല, അങ്ങനൊന്നുമില്ല. സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ട്. വിശേഷം കല്യാണത്തിന്റെ കാര്യം സംസാരിച്ചോണ്ടിരിക്കുന്നത്. ബാക്കി എല്ലാവരും സമ്മതിച്ചു, പെണ്ണ് മാത്രം സമ്മതിക്കാനുള്ളൂ. പെണ്ണും സമ്മതിച്ചു. അത് ഞങ്ങള് ഉള്ളിയൊക്കെ പറഞ്ഞ് കല്യാണം കഴിഞ്ഞുള്ള കാര്യങ്ങളൊക്കെ വർഷങ്ങൾ സെറ്റായി. വർഷങ്ങളായി സെറ്റായിട്ട്. പിന്നെ ഒരു വർഷമായി. അപ്പൊ വീട്ടിൽ സമ്മതിക്കാത്താണോ? അപ്പൊ ഈ വർഷം ഉണ്ടോ കല്യാണം? 10 ദിവസത്തിനുള്ളിൽ? അത് ചുമ്മാ ട്രോൾ ചെയ്താ. ഇല്ല, ഈ വർഷം ആഗ്രഹം അങ്ങനൊന്നും ഇല്ല. അതിന് ഇല്ല, ഇപ്പോഴൊന്നും ഇല്ല. എന്തായാലും ഒരു 1.5 വർഷത്തിന് സംസാരിക്കും. ഇപ്പൊ എല്ലാം സംസാരിച്ച് ബന്ധത്തിലൊക്കെ ഇരിക്കുന്ന. ഇല്ലില്ല, ഇതുവരെയൊക്കെ ഇങ്ങനെ എണ്ണയിട്ട് ട്രോളാൻ വേണ്ടി നിൽക്കുന്നവരല്ലേ. ഞാൻ ഫിലിം എഡിറ്റർ. ഇപ്പൊ ജോലി കഴിഞ്ഞിട്ട് നേരെ ഇപ്പൊ ഇവിടെ ഇപ്പൊ സിനിമ ചെയ്തോണ്ടിരിക്കുക. അതിന്റെ ഫിലിം എഡിറ്റിംഗ്. ഇന്ദ്രൻ സേട്ടൻ്റെ പ്രൈവറ്റ് എന്നൊരു സിനിമയും പിന്നെ മറ്റേ നോബി ചേട്ടൻ്റെ യമഹ എന്നൊരു സിനിമ, 2 എണ്ണം ഇപ്പൊ എഡിറ്റ് ചെയ്തോണ്ടിരിക്കുക. അപ്പം അതിനിടയ്ക്ക് ഇങ്ങോട്ട് വന്നത്. അതാണ് എൻ്റെ വിശേഷം. പിന്നെ അതിൻ്റെ ഇത് വീട്ടിൽ വരുമ്പോഴാണ് സമയത്ത് ഇവരോടെല്ലാം പോകുന്നതും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത്. അത്ര നല്ല ഇപ്പം ഇറങ്ങിയ കൽബെന്ന് പറഞ്ഞ് അതിൻ്റെ സ്പോട്ട് എഡിറ്ററായിരുന്നു. കൽബായിരുന്നു. ഇപ്പം ലാസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഒരെണ്ണം ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ധ്യാൻ ശ്രീനിവാസൻ്റെ ഇപ്പോൾ ഒരെണ്ണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിപ്പോൾ കഴിഞ്ഞു. അത് ഹാപ്പി മാരൽ ലൈഫ് ആണ് അതിൻ്റെ പേര്.
അപ്പോൾ അതിപ്പോൾ അതിന് അതിനെ പറ്റി മാത്രം പറയാനുള്ളൂ. അല്ല അതിപ്പോൾ റീസെൻ്റ് ആയിട്ട് അത് കഴിഞ്ഞു എന്ന് വെച്ചാൽ ഷൂട്ട് കഴിഞ്ഞതേ ഉള്ളത്. ഇപ്പോൾ പറഞ്ഞ അതിൻ്റെ ഇപ്പോൾ മറ്റേ ട്രോളുമാണ് കേട്ടാ. അതങ്ങനെ അതെല്ലാവരും അങ്ങനെ ഇതിട്ട് ട്രോളാൻ വേണ്ടി പാവം ഞാൻ കലാകാരന്മാരെ അംഗീകരിക്കത്തില്ല. ഇനി അടുത്ത വിശേഷം നമ്മുടെ ഇവിടെ വിശേഷം കൂടുതലുള്ള ആളെ ഇവിടെ കല്യാണമൊന്നും ഇപ്പോഴൊന്നുമില്ല. മൈക്ക് അങ്ങോട്ട് തരുന്നില്ല. എന്താണ് പുള്ളി കല്യാണം നോക്കുന്ന സമയമാകുമ്പോൾ പുള്ളി നാട് വിടും. അതായത് കപ്പലിൽ അങ്ങ് പോകും. പിന്നെ 6 മാസം കടലിൽ പോയിട്ട് ഷിപ്പിലാണ്. അതെ അതെ അതെ. പിന്നെ പുള്ളിക്കാരൻ ഒരു റാപ്പറാണ്, PV മ്യൂസിക് എന്ന് പറയും. പിന്നെ നമുക്കൊരു പാട്ട് കേൾക്കണം. എന്തായാലും കേട്ടേ പറ്റൂ. പ്രവീൺ മ്യൂസിക് അല്ല PV മ്യൂസിക് റാപ്പറാണ്. അടുത്ത ആഴ്ച അല്ല ഇറങ്ങാൻ പോയ പുതിയത് അടുത്ത എന്തായാലും നമുക്ക് കേട്ടേ പറ്റും. അല്ല മറ്റേ ഇതില്ലേ പുതിയ പാടായി പറഞ്ഞ നമ്മളിപ്പോ ഇങ്ങനെ സംസാരിക്കത്തില്ലേ, പുള്ളി അങ്ങനെ സംസാരിക്കുന്ന പോലെ റാപ്പാണ്. പിറ്റേ ദിവസം അത് ഇറങ്ങുമോ, ഭയങ്കര ഹിറ്റ് ആവും. അല്ല ഞാൻ വെറുതെ പറയുന്നത്. അല്ല പുതിയ ഇപ്പൊ അടുത്ത് ഇറങ്ങാൻ പോകുന്ന ടാറ്റ എന്ന് പറഞ്ഞ ടാറ്റ അതാ പുതിയ. അപ്പൊ അത് നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇറക്കാം. അതിപ്പോ പാടാൻ പറ്റത്തില്ല. പുള്ളിക്കാണ് സിനിമ പാട്ട് പാടും നല്ലതായിട്ട്. മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ട്. മഞ്ഞക്കിളിയുടെ ഹൈലൈറ്റ് പാടും ഇല്ല കാര്യമായിട്ട് പറഞ്ഞാൽ ഞാൻ പാടാറില്ല. ഞാൻ പാട്ട് പാടണമെന്നുണ്ട് ശ്രീജിത്ത് ഡാൻസ് കളിക്കണം. എന്താ കളി? ഞാൻ പാട്ട് പാടാം കേട്ടോ. ഞാൻ പാടത്തില്ലാതെ അവരറിയാം. റാപ്പ് കാണാം. അപ്പൊ ഒപ്പം ശ്രീജിത്തിന്റെ ആക്ഷൻ കാണിക്കട്ടെ. എനിക്ക് റാപ്പ് അറിയത്തില്ല. എനിക്ക് റാപ്പ് അറിയത്തില്ല. ഞാൻ പാട്ട് പാടാറില്ല. എല്ലാരും പറഞ്ഞു, ഇത്ര പേര് പറഞ്ഞു. അത് ചുമ്മാ ഊക്കുന്നതാണ്. ശരിക്കും പാടൂല്ലേ? മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടേ, മനസ്സിനുള്ളിൽ മാരിക്കാവടി ചിന്തും ചിന്തുണ്ടേ, തിരിയഞ്ചും തെളിയുന്ന മിഴികളുണ്ടേ, ചിരിക്കുമ്പോൾ ചിലമ്പുന്ന ചിലങ്കയുണ്ടേ, വലം കൈയിൽ കുസൃതിക്ക് വളകളുണ്ടേ. മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടേ, മനസ്സിനുള്ളിൽ മാരിക്കാവടി ചിന്തും ചിന്തുണ്ടേ. ഓ ചെറുനാട്ട് വരണം. അപ്പൊ കേൾക്കാം റാപ്പില്ല. നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ട്രോളിങ് കൊണ്ടാണോ? ഐ മീൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഊക്കിയും കൊണ്ടാണോ? എപ്പോഴും ഏറ്റവും കൂടുതൽ ഇരയാവുന്ന ആളായിരിക്കും ചേട്ടനാണ്. പാവമായതുകൊണ്ടാണ് അങ്ങനെ ഊക്കുന്നത്. പ്രായമില്ല എനിക്ക്. ഗസ് ചെയ്യാം. ഒരു 30 ഒരു ക്ലൂ താ നിങ്ങള്. ഏതിന്റെ ഇടയ്ക്ക് വരും? തുടങ്ങുന്നത് മായല്ല നായ. ഓടൊന്ന് നാ വെച്ചോ? 40 ചുമ്മാ പറയുന്നു. അങ്ങനെ വേണം. അങ്ങനെ വേണം. ബോച്ച പറയുന്ന നടക്കാണോ? ബോച്ചയുടെ അടുത്താണോ? ബോച്ച പറയുന്ന നടക്കാണോ? ഞാൻ വിശ്വസിച്ചു. എന്തോ ഒരു നാഷണൽ റെക്കോർഡ് എന്തിന്റെയാ? ട്രയാത്തലോൺ എന്ന് പറയും. ആണോ? ആദ്യം സ്വിമ്മിങ്, അത് കഴിഞ്ഞ് സൈക്ലിങ്, അത് കഴിഞ്ഞ് ഓട്ടം. ഞങ്ങൾ രണ്ടുകൂടി ഇന്നലെ സ്വിമ്മിങ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു ഇവിടെ. ഇവന് തല ഭിത്തിയെ ചെന്ന് ഇടിച്ചു ലാസ്റ്റ്. ബോച്ച ഫ്രണ്ടാ. അതിനകത്തൊരു ഈ ട്രയാത്തലോൺ എന്ന് പറയുന്നതിനകത്തൊരു URF നാഷണൽ റെക്കോർഡുണ്ട്. പിന്നെ ഒരു വേൾഡ് ചാമ്പ്യൻഷിപ്പിലൊക്കെ പങ്കെടുത്തു. വേറൊന്നുമില്ല. ഇപ്പൊ ഇച്ചിരി നേരത്തേക്ക് നല്ലത് പറഞ്ഞില്ല. ഇതിന്റെ ഇനി ഞാൻ അനുഭവിക്കണം. വെച്ചിട്ടുണ്ടെന്ന് ഈ ചേട്ടനകത്തൊന്നും മിണ്ടാത്തെ പ്രശ്നക്കാരനാണ്. അത് തന്നെ മൈക്കിന് കുറവുണ്ട്. ഉണ്ടാപ്പിരിവൊക്കെ ഉള്ളതാണ്. വീട് കയറി ഞങ്ങൾ മെയിനായിട്ട് കടകളാണ്. പിന്നെ അവിടെ നമ്മള് കളക്ഷൻ ഒരു 2000 രൂപ കിട്ടുന്ന. കിട്ടും. 2000 രൂപ. ഓക്കെ.
ദിവസമായിട്ട് പോവും? അത് ആഴ്ചയിൽ പോകുന്ന ദിവസം പോകും? ഞങ്ങൾ മണിക്കൂർ ചന്തയുള്ള ദിവസമേ പോകത്തുള്ളൂ. ചേട്ടൻ കൂടെ പോകാറുണ്ടോ? ഇടയ്ക്ക് പോവാ. നിങ്ങളാരും വേറെ ആരും പോകാറില്ലേ? പോകത്തില്ല. ആ ഓക്കെ. കാര്യമായിട്ട് ഒരു തമാശയല്ല, ഞാൻ തമാശ പറഞ്ഞില്ലല്ലോ. നിങ്ങൾ ഞങ്ങളെ കുറിച്ച് ചോദിച്ചാൽ മതി. ഒരു വിഷയമാ. ചെറിയനാട് നന്ദോന്ന് നിങ്ങൾ അവിടെ ചെന്ന് അന്വേഷിച്ചാൽ മതി, പറഞ്ഞു തരില്ലെന്നാ. എന്താ നിങ്ങളുടെ ഗ്യാങ്ങിന്റെ പേരെന്തുവാ? ഗ്യാങ് പേരുണ്ടോ? ഗ്യാങ്ങിന് പേരുണ്ടോ? പറയണ്ട റോക്കി ബായ് ആണോ? ചെങ്ങന്നൂരിലെ റോക്കി ബായ് ആണോ? തണുത്ത മനുഷ്യന്റെ കൊടുക്കാം മൈക്ക്. ആണ്. എനിക്ക് ഭയങ്കര തണുപ്പാ, എനിക്ക് ചൂട് അലർജി. അതാ ഞാൻ പറഞ്ഞു ഇങ്ങനൊക്കെ നോക്കിയത്. എനിക്ക് എപ്പോഴും തണുപ്പായിരിക്കും. പക്ഷെ അങ്ങനെ ഏസിക്കകത്ത് പുള്ളിക്ക് തണുപ്പില്ലാതെ പറ്റത്തില്ല. അത് സംഭവം അത് കാലാവസ്ഥയുടെ അല്ല. അത് അടുത്ത നിങ്ങളെ പേരിട്ടെന്ന് പറഞ്ഞു. ചെറുപ്പം മുതലുള്ള പേരാണോ അതോ? ചെറുപ്പമുള്ള പേര് കണ്ടത്തിൽ, ഉണ്ണിക്കുട്ടൻ കണ്ടത്തിൽ. ഉണ്ണിക്കുട്ടൻ കണ്ടത്തിൽ. ചുമ്മാ കണ്ടത്തിൽ. ഓക്കെ. നിങ്ങളിപ്പോ കൂടുതലും ചെയ്യുന്ന ഫുഡ് ചാലഞ്ച് ആണ്. ഐ മീൻ കുറെ അതെ ഫുഡ് ചാലഞ്ച് ഇല്ല. ലോങ് വീഡിയോസിൽ മൊത്തം നിങ്ങൾ ലോങ് വീഡിയോസ് മൊത്തമല്ലേ ചെയ്യുന്നത്? ഫുഡ് ചാലഞ്ച് ആണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫുഡിനോടുള്ള ഒരു അത്രയും ഇഷ്ടം കാരണമാണോ ഇതിലോട്ട് വന്നത് അതോ? അല്ല, ആ ഒരു കണ്ടന്റ് ചെയ്യുന്ന വേറെ ആരും ഇല്ലല്ലോ. ഫുഡ് ചാലഞ്ച് നിങ്ങളെവിടെ ഇന്റർവ്യൂ ചെയ്യുന്ന ഇഷ്ടം പോലെ പേരുണ്ടല്ലോ. നമ്മളൊരു വെറൈറ്റി നോക്കണ്ടേ? ഫുഡ് അതുകൊണ്ടാണ് എടുത്തത്, അല്ലാതെ ഇഷ്ടം കൊണ്ടൊന്നുമല്ല. ഇതിൽ ഏറ്റവും കൂടുതൽ ഫുഡ് കഴിക്കുന്ന ആളാരപ്പം? അല്ല, അങ്ങനെ ഈ പുള്ളി എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഇതുവരെയായിട്ട് കുറേ പേര് വന്നിട്ടുണ്ട്. നമ്മുടെ വീട് കണ്ട് പലരും വന്നിട്ടുണ്ട്. പക്ഷേ ഈ പുള്ളി ജയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ മന്ദിരാജ് വന്നായിരുന്നു. മന്ദിരാജ് എന്ന് പറഞ്ഞ പുള്ളി വന്നായിരുന്നു. പുള്ളി തോറ്റു. വേറെ പുള്ളി വന്നായിരുന്നു. ചേച്ചി മന്തി കഴിക്കാൻ വേണ്ടി തോറ്റുപോയി. അല്ല, ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് വിളിച്ചാലേ ഇങ്ങോട്ടെ ഞങ്ങളുടെ മത്സരിക്കും. പുള്ളിയെ തോപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ലക്ഷ്യം. ചാനൽ അവരൊരാളെ കൊണ്ട് വന്നു. ഓണത്തിന് തോപ്പിച്ചു. അവനെ തോപ്പിച്ചു. എന്നാ ജോസോ ഒറ്റപ്പിടി ജോസ് എല്ലാം തോപ്പിച്ചു. കണ്ടാ ഞാൻ പറഞ്ഞു ഇഷ്ടത്തിന്റെ അല്ല, കഴിക്കുന്ന സ്പീഡ്. നമുക്ക് കഴിക്കുന്നവരുണ്ടായിരിക്കും, പക്ഷെ ടൈം ഉണ്ടല്ലോ. നമ്മൾ ടൈം വെക്കുമല്ലോ. ചലഞ്ച് എന്ന് പറയുമ്പോൾ ടൈം ആണല്ലോ. അല്ലെങ്കിൽ ഇത് കുറച്ചേ ഉള്ളൂ. അത് പെട്ടെന്ന് കഴിക്കുന്ന ആരാന്ന് വെച്ചാൽ പുള്ളി പെട്ടെന്ന്. അതുപോലെ തന്നെ ദാസപ്പനും കഴിക്കും കേട്ടോ. പക്ഷെ പുള്ളി ഇപ്പൊ പുറ ഈ പുള്ളിയാണ് മീൻ. ദാസപ്പൻ ഇവിടെ നാട്ടിൽ ഇല്ലാത്തോണ്ട് ഒരു ഫുൾ മന്തിയൊക്കെ പുള്ളി പെട്ടെന്ന് തിന്നും കേട്ടോ. ഫുൾ മന്തിയൊക്കെ ഒരു 10 മിനിറ്റ് തിന്നും. ഇവിടെ മറ്റേ എരിവും മറ്റേ ചൂടും ഒന്നും ഒരു പ്രശ്നമല്ല കഴിക്കുന്ന സമയം. ജോളജിപ്പ് കൊണ്ട് കൊടുത്താൽ പുള്ളി പുള്ളി സ്നാക്സ് ആണെന്ന് പറഞ്ഞാൽ നമുക്ക് ചായ കഴിച്ചത്. പുള്ളി 4 മണിക്ക് ജോളജിപ്പാ കാപ്പിയോടെ കുടിക്കും കഴിക്കുന്നത്. ഒരു സീനും ഇല്ല. കുഴപ്പമില്ല, ഹാപ്പി ആയിട്ട് പോകുന്നു. ഹൈദരാബാദ് അവളവിടെ സെറ്റിൽ ആയിരുന്നു. അതെ, അതിന്റെ മാമന്റെ മോളാണ്. മുറപ്പെണ്ണാണ്. പിന്നെ ഞങ്ങൾ കുറെ നാൾ പ്രണയിച്ചു. പിന്നെ ഇപ്പൊ കല്യാണം വരെ എത്തി. ഹാപ്പി ആയിട്ട് പോകുന്നു. കല്യാണം കഴിഞ്ഞു. ആണോന്നുമില്ല. ഇനി എന്താ നിങ്ങളുടെ പ്ലാൻ? ഐ മീൻ വീട്ടിൽ പോകണം. അതല്ല ഞാൻ ചോദിച്ചത്. റെയിൽവേ സ്റ്റേഷനിൽ പോകണം. ഞാൻ ചോദിച്ചത് മെട്രോയിൽ കയറണം. നിങ്ങൾ എന്നെ മുക്കല്ലേ, നിങ്ങൾക്ക് പരസ്പരം മുക്കിയാൽ മതി. ഓക്കെ. ഈ യൂട്യൂബിൽ അതല്ലാതെ വേറെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ ഞാൻ ചോദിക്കുന്നത്? വേറെ കുറെ പ്ലാൻ ഉണ്ട്. അതെന്തുവാന്ന് ചോദിച്ചേ? എന്തിനെ കുറിച്ച് പറയണ്ടേ? പ്ലാൻ യൂട്യൂബ് പ്ലാൻ എന്തുവാ? ഫ്യൂച്ചർ എന്റെയോ? എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ടീമായിട്ട് എന്തെങ്കിലും? ടീമായിട്ട് ഞങ്ങൾക്ക് എല്ലാ ടീമായിട്ടാ പഞ്ചായത്ത് അടുത്ത 2026 നവംബറിലല്ലേ പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നത്. അപ്പം നമ്മുടെ ഓരോ വാർഡിൽ ഓരോരുത്തർ നിൽക്കും. ഞങ്ങളെല്ലാം നിൽക്കും. സത്യം. അടുത്ത 2026 മാറുന്നേ. സത്യമായിട്ടും
ഞങ്ങൾ ഭരണം പിടിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം അല്ലേ? ഞങ്ങളുടെ പഞ്ചായത്തിലെ ഭരണം പിടിക്കുക. ഭരണം പിടിക്കില്ല, പുള്ളി പിടിക്കും. ഞങ്ങള് പഞ്ചായത്ത് ഭരണം ഞങ്ങൾ പിടിക്കും. അതിൻ്റെ അവിടെയുള്ള കുറച്ച് കാര്യങ്ങൾ അതൊക്കെയാണ്. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ചലഞ്ച് ചെയ്യാനായിട്ട് ഒരു സ്റ്റേജ് ഉള്ള ഒരു ഗ്രൗണ്ട് വേണം. ചലഞ്ചാണ് പുള്ളിക്ക് മൊത്തം ഇഷ്ടം. പുള്ളിക്ക് മൊത്തം ചലഞ്ചാണ് ഇഷ്ടം. പുള്ളി 4 വാർഡ് നിൽക്കും കേട്ടോ, കാരണം നമ്മൾ തോക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അല്ലാതെ വേറെ എന്തെങ്കിലും പ്ലാൻ ഉണ്ട്. എന്തോ അത് പറയത്തില്ല, നമ്മളൊരു കാര്യം അത് പൂർത്തീകരിക്കുന്നില്ല. ഇതിന്റെ പുറകിൽ ഇപ്പോഴും വർക്കിംഗ് ഉണ്ട്. അത് ഇതിനും ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ ആരോടും പറഞ്ഞില്ല. അത് ഞങ്ങൾ ചെയ്ത് കാണിച്ചത് ഒരു സ്റ്റുഡിയോ ഞങ്ങളുടെ അത്. അതെ അതെ, ഞങ്ങൾക്ക് പല പ്ലാൻ ഉണ്ട്, പക്ഷെ അത് ഞങ്ങൾ സർപ്രൈസ് ആയിട്ട് എല്ലാവരും മുമ്പിലോട്ട് കൊണ്ടുവരുത്തേ ഉള്ളൂ. അങ്ങനെ അതെ, സ്റ്റുഡിയോ ഇപ്പോൾ 1 വർഷമായി. എന്തെങ്കിലും തുടങ്ങിയോ? ഏതോ ഞങ്ങൾക്ക് സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളൊരു ബിസിനസ് നോക്കുവാണെങ്കിൽ തന്നെ അത് സ്റ്റഡി ചെയ്യണ്ടേ? നമ്മൾ ചുമ്മാ കയറി കുറേ പൈസ കളയാൻ നമ്മളത് ഇങ്ങനെ നോക്കിക്കാണണം എങ്ങനെയാണ് മുന്നോട്ടുള്ള കാര്യങ്ങൾ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കും. അടുത്ത വർഷത്തേക്ക് നമ്മൾ പ്ലാൻ ചെയ്യും. അടുത്ത വർഷം ആകുമ്പോഴേക്കും. അപ്പോൾ വേറെ എന്തെങ്കിലും നമുക്ക് വേറെ എന്തെങ്കിലും കണ്ടന്റ് കണ്ടല്ലേ ഉദ്ദേശിച്ചത്? ബ്രാൻഡാണ് ഉദ്ദേശിച്ചത്. ബ്രാൻഡാണോ ഉദ്ദേശിച്ചത്? ബ്രാൻഡാണ്. ആണ്. ആ ബ്രാൻഡിനെ എങ്ങനെ ഉപയോഗിക്കാന്ന് നമ്മൾ നമുക്കൊരു ഏണിങ്സ് അത് വേറൊരു വഴിയുടെ കിട്ടുന്ന രീതിയിൽ നമ്മൾ ആ ബ്രാൻഡ് യൂസ് ചെയ്യുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഇതിലിപ്പോ സൈക്കോ അലയൻസ് പറഞ്ഞിട്ട് ചേട്ടനാണല്ലോ ആദ്യം ചാനൽ തുടങ്ങിയത്. ചേട്ടനാണോ ആദ്യം തുടങ്ങിയത്? എല്ലാരും കൂടിയാണോ തുടങ്ങിയത്? ഇതിലല്ല, വേറെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഉണ്ട്. അവരിപ്പോ എല്ലാം 3 പേരുണ്ട്. അതൊരു സൗഹൃദ കൂട്ടായ്മയാണ് പ്രധാനമായിട്ടും. ചേട്ടൻ ഇതിലുള്ളതല്ലേ? അല്ലല്ല, വളരെ ലേറ്റ് ആയിട്ട് വന്നാണ്. ഞാൻ ഒരു 2 വർഷമായിട്ടുള്ളൂ ഇവരുടെ വന്നിട്ട്. ഇവരുടെ കൂടെ വന്നിട്ട്. നിങ്ങളെല്ലാരും ഒരു നാട്ടുകാരല്ലേ? ഇവരെല്ലാരും ഒരു നാട്ടുകാരാണ്. ഇല്ല, ഇവൻ വേറെ പഞ്ചായത്ത് വേറെ പഞ്ചായത്ത് അല്ലല്ലോ. ഇച്ചിരി മാറിയോ? കിലോമീറ്റർ മാറിയോ? ഞാനൊരു 10-25 സത്യം പറയുമോ? ഞങ്ങൾ കാര്യമായിട്ട് പറഞ്ഞത് ചെറിയ അല്ല, നിങ്ങൾ ചെറുപ്പം മുതലുള്ള ഫ്രണ്ട്സ് ആണോ? അല്ല അല്ല അല്ല. +2 പഠിച്ച. ആരൊക്കെയാ? നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പഠിച്ചു. ഇവർ രണ്ടുപേരും ഇല്ല. ഞാൻ പറയാം. ഈ അമ്മനും നന്ദു പ്രിവെല്ലാം ഒരുമിച്ച് പഠിച്ചതാണ്. പിന്നെ പുള്ളി ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പഠിച്ച് തോറ്റയാണ്. ഓക്കെ. ഇതിനാണെങ്കിൽ പിറവം വരെ പോയേക്കോ, ചേട്ടൻ്റെ വീട്ടിൽ പോയേക്കോ. അല്ല ഉണ്ടായിരുന്നു പുള്ളി, ഇപ്പോൾ പോയതാ. അത്യാവശ്യമായിട്ട് പോകണമെന്ന് പറഞ്ഞു. നിങ്ങൾ ഈ ഫുഡ് ചാലഞ്ച് അല്ലാതെ വേറെ എന്തെങ്കിലും ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ? ഞങ്ങൾ വന്നത് അങ്ങനെ സമയം എടുക്കും നമുക്ക്. ഇത് വലിയ സമയം എടുക്കത്തില്ല. എന്തെങ്കിലും സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടോ കയ്യിൽ? നാളെ ഞാൻ വീട്ടിലിരിപ്പുണ്ട്. വീട്ടിലിരിപ്പുണ്ട്. ചെയ്യാനുള്ള മടി കാരണം കഴിഞ്ഞ വർഷം ഇവര് വിളിച്ചായിരുന്നു ഞങ്ങളെ. ഈ മറ്റേ ഇതുണ്ടല്ലോ, ഇത് പ്രൈം ആമസോൺ പ്രൈം, അവർക്ക് സീരീസ് വേണമെന്ന് പറയുന്നത്. പ്രൈം ആമസോൺ പ്രൈം, അതിൽ സീരീസ് വേണമെന്ന് പറയാൻ ഞമ്മ തരത്തിൽ നിന്ന് പറഞ്ഞു. അത് സീരിയസ് ആയിട്ട് പറയണോ? സീരിയസ് ആയിട്ട് പറ. അതോ അത് ഞങ്ങളുടെ കഥ ഞങ്ങളോട് ചോദിച്ചായിരുന്നു. ഞങ്ങൾ പറഞ്ഞപ്പോൾ അവർ ഇൻട്രസ്റ്റ് ആയി അത് ചെയ്യാം. അതെ അതെ, പുള്ളിയെ തന്നെ വെച്ച് ചെയ്യാൻ പറഞ്ഞവര്. അപ്പൊ നിങ്ങൾക്ക് ആർക്കും താല്പര്യമില്ലേ? നായകൻ അത് ഒരു അക്കാഡമിക് മൂവിയാണ്. 2 മണിക്കൂറുള്ള ഒരു സിനിമ. അത് OTT-ൽ റിലീസായിട്ടുണ്ട്. തന്മയി എന്നാണ് സിനിമയുടെ പേര്. സജി കെ പിള്ള എന്ന് പറയുന്ന ആളാണ് ഡയറക്ടർ. ഞാനതൊരു ലീഡ് റോൾ ചെയ്തു. ഒരു 20 സീനോളം ഉണ്ട്. അതൊരു കുറേ ഫെസ്റ്റിവലിലൊക്കെ പോയി. ഒമാൻ ഫെസ്റ്റിവലിൽ ആദ്യത്തെ 3 എണ്ണത്തിൽ വന്നു. 150 ഫിലിംസിൽ നിന്ന് ആദ്യത്തെ 3 എണ്ണത്തിൽ വന്നു. എൻ്റെ കൂടെ ലീഡ് റോൾ ചെയ്ത പെൺകുട്ടി ഇപ്പോൾ ഒരു 3-4 സിനിമയിൽ അഭിനയിച്ചു. അവളുടെ പേര് ടീന ഭാട്ടിയ എന്നാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ വയനാട് ദുരന്തത്തെ ആസ്പദമാക്കിയ ഒരു പടം മമ്മി സെഞ്ചുറിയുടെ ഒരു സിനിമ വരുന്നുണ്ട്. അതിനകത്ത് അവൾ എനിക്ക് തോന്നുന്നു എനിക്ക് നായികയായിട്ട് അഭിനയിക്കുമെന്ന് തോന്നുന്നു. 3-4 സിനിമ ചെയ്തു.
ഓക്കെ, വേറെ ആരെങ്കിലും പടത്തി അഭിനയിച്ചാ? കേടിക്കൊക്കെ ചാൻസുകൾ വരുന്നുണ്ട്, ഓഡീഷനൊക്കെ പോയില്ലേ അപ്പ? പുതിയ പടത്തേ ഉണ്ട് ഒരു പുതിയ പടത്തിന്റെ ഏത് ഒരു പടവാ? പേരൊന്നും പറഞ്ഞില്ല. എല്ലാം പുതിയ ആൾക്കാരാണ്, പുതിയ പുതിയ ആൾക്കാരൊക്കെ വെച്ചിട്ട് പടമാണ്. അപ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ട് അവർ കഥയൊക്കെ പറയാനായിട്ട്. അപ്പോൾ പോയിട്ട് ചെയ്യണം. ഇനി ഇത് കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് പോകണം. പിന്നെ അടുത്തത് ഇവനിപ്പോൾ ഒരു വെബ് സീരീസിൽ ചെയ്യാനായിട്ട് പോകണേടാ. പേരൊന്നും പറഞ്ഞിട്ടില്ല അവര്. പാലം 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 എന്ന് പറയുന്നത് ആദ്യമായിട്ട് അഭിനയിക്കാനായിട്ട് പോവാണ്. അറിയത്തില്ല. ആദ്യമായിട്ട് അഭിനയിക്കാൻ പോകും. അതായത് വേറൊരു വെബ് സീരീസിൽ അഭിനയിക്കാൻ പോവാണ്. അമ്മോടൊക്കെ ചെറിയ റോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര ജാടയിട്ട് നിൽക്കുന്ന പോലെ. പുള്ളിക്ക് ഭയങ്കര ജാടയല്ലത്. ആരെങ്കിലും ഒന്ന് ഗ്യാപ്പ് കൊടുക്കും. ഇനി പുള്ളിയോട് ചോദിക്കും കുറച്ചു നേരം. ഇനി കുറച്ചു നേരം ചേട്ടൻ സംസാരിക്കും. അല്ല, വേറെ കാര്യം പറയട്ടെ, ഇവന് കുറച്ചെങ്കിലും പറഞ്ഞു ഒരു പാവം പിടിച്ച മനുഷ്യനെ ആ മൂലക്കോട്ട് ഇരുത്തിട്ടുണ്ട്. പുള്ളിക്കൊണ്ടൊരു പാട്ട് പഠിപ്പിച്ചത് കൊള്ളാമെന്നും പറഞ്ഞില്ല. പാട്ട് കൊള്ളാന്ന് പറഞ്ഞിട്ടുണ്ടോ പുള്ളി ഇത് പറയണേ? ഉണ്ടോ? ഉണ്ടോ നോക്കണേ. ഓക്കെ, പറ, സംസാരിക്കും. എന്ത് പറയാനാ? അങ്ങോട്ട് പരിചയപ്പെടാം. മായനാണ്. എന്റെ പേര് മായ. ഓർമ്മയുണ്ട്. ഞാൻ ആങ്കർ ആയിട്ട് ജോലി ചെയ്യുന്നു. എന്തോ പഠിച്ചത് ചെങ്ങന്നൂര് ചെങ്ങന്നൂര് ശ്രീയപ്പ കോളേജില്. വീട് ശ്രീയപ്പ കോളേജ്, ശ്രീ അയ്യപ്പ പ്രാവൂട്. നിങ്ങൾക്കറിയോ? ഞാൻ ആ കോളേജ് വന്ന് എത്ര തവണ ക്ലാസ് എടുത്തിട്ടുണ്ടെന്ന് അറിയാം. ബിനുബ്ര അവിടെ ഇലക്ട്രോണിക്സ് പഠിച്ചു. അപ്പൊ സാർമാരെല്ലാം നമ്മുടെ പരിചയക്കാരാ. വീട് പാലക്കാട്. പാലക്കാട് അവിടെ ഒന്നും പഠിപ്പിക്കത്തില്ല, പ്രശ്നക്കാരിയാ. അതിന് ഇവിടെ കൊണ്ടുവന്ന് വിട്ടതാ. അവിടെ ഹോസ്റ്റലിൽ 2024 ഇപ്പൊ ഇറങ്ങിയതുള്ളൂ ഞാൻ. അല്ല, പുള്ളി ചോദിച്ചു പറ. നമ്മള് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഇനി ഇവിടെ പറ. എന്ത് ചെയ്യട്ടെ? വീട്ടിലായിരിക്കും. വീട്ടിൽ ഇപ്പൊ അമ്മ, ചേട്ടൻ, ചേച്ചി ഉണ്ട്. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു. കല്യാണം ഒന്നും ആയിട്ടില്ല. എനിക്ക് അത്ര പ്രായമായിട്ടില്ല. നിങ്ങൾ വിചാരിക്കുന്ന കല്യാണം എന്നൊക്കെ പറയുമ്പോ ഞാൻ ഇത്ര മുതൽ പിന്നെ പ്രായമായി കഴിച്ചിട്ടില്ല. പ്രായമായി നിങ്ങൾ ആരും കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. രണ്ടുപേരല്ലേ കല്യാണം കഴിച്ചിട്ടുള്ളൂ. കഴിക്കാലോ, സമയമുണ്ടല്ലോ. അടുത്ത ചോദ്യം ബോയ് ഫ്രണ്ട് ഉണ്ടോ ചോദിച്ചായിരുന്നു? ഇല്ല ഇല്ല. ഇല്ലെന്ന് പറഞ്ഞു. അവിടെ ഞാൻ ഇവിടെ എവിടെ താമസിക്കുന്നത്? സുഖം സുഖം. ഇല്ല ഇല്ല. ഭാര്യ കാണില്ല. ഓ, അവർക്ക് പിന്നെ മലയാളത്തിൽ സീനില്ല. എന്താ ചേട്ടാ പറഞ്ഞ അത്? ഞാൻ അവർക്ക് വീട്ടിൽ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ കൊച്ചു മലയാളം അറിയത്തില്ലാണ്ട്. നിങ്ങൾ എന്തെങ്കിലും പാട്ട് പാടും എല്ലാരും കൂടെ? പാട്ടോ? പാട്ട് നാടൻ പാട്ടിന്റെ ആളാണ്. നാടൻ പാട്ട് എല്ലാരും കൂടെ പാടണം. എല്ലാവരുടെ പാടാൻ നമുക്ക് അറിയത്തില്ല. 1 2 3 4. എന്തേ ഇന്നും വന്നീല, നിന്നോടൊന്നും ചൊല്ലീല, അനുരാഗം മീട്ടും ഗന്ധർവൻ, നീ സ്വപ്നം കാണും ആകാശത്തോപ്പിൻ കിന്നരൻ, ആകാശത്തോപ്പിൻ കിന്നരൻ. മണിവള തിളങ്ങണ കയ്യാലേ വിരൽ ഞൊട്ടി വിളിക്കണതാരാണ്? മണിവള തിളങ്ങണ കയ്യാലേ വിരൽ ഞൊട്ടി വിളിക്കണതാരാണ്? പഞ്ചായത്തിന്റെ ഉദിക്കണ മുകിലോരം വിളക്കണതാരാണ്? എന്റെ നാളം പോലെ ഈ പൊൻതൂവൽ വീശും മാറ്റേറും കിഴക്കേ. ഓക്കെ, താങ്ക് യു. ഇങ്ങനെ ഒരു ഇന്റർവ്യൂ തന്നെ ഭയങ്കര ഹാപ്പി ആയി. നല്ല ചില്ലായിട്ടുണ്ടായിരുന്നു, വൈബായിട്ടുണ്ടായിരുന്നു. ഓക്കെ, താങ്ക് യു.